ഇന്നത്തേത് ഒരു ഹെൽത്തി ജ്യൂസ് വീഡിയോ ആണ്. അത് മാത്രമല്ല നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ഒരു കിച്ചൺ ഡിവൈസും കൂടി ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ ആമസോൺ ബേസിക്സിൻ്റെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള ഒരു ബ്ലെൻഡറാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് ഐറ്റം, ഒരു ചെറിയൊരു ബാറ്ററിയിൽ ഓടുന്ന മിക്സി. അപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു ക്ലീനിങ് ബ്രഷാണ്. അപ്പോൾ ഈ മിക്സിയിൽ യൂസ് ചെയ്തേക്കുന്നത് BPA ഫ്രീ മെറ്റീരിയൽസ് ആണെന്നൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആമസോൺ ബേസിക്സിൻ്റെ മാത്രമല്ല, വേറെ ഇഷ്ടംമാതിരി കമ്പനിയുടെ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടുള്ള ഇതേമാതിരിയുള്ള പോർട്ടബിൾ ബ്ലെൻഡേഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് ട്രാവൽ ഉള്ളവർക്കും കുട്ടികളുള്ളവർക്കൊക്കെ തന്നെ ഇത് നല്ലൊരു കിച്ചൺ ആഡ് ഓൺ ആണ്. ഇതിൻ്റെ ചാർജിങ്ങിനുള്ള പോർട്ട് ടൈപ്പ് C പോർട്ടാണ്, അതായത് നമ്മൾ നോർമൽ മൊബൈൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ചാർജിങ് പോർട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും മോഡ് മാറ്റാനും സ്പീഡ് മാറ്റാനും ഒക്കെ കൂടെ കൂടിയിട്ട് ഒരൊറ്റ ബട്ടണാണ് ഇതിനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജ്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ അബിയു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ പഞ്ചസാരയൊന്നും ഇട്ടിട്ടല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പകരം ഷുഗർ കെയിൻ ജ്യൂസാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് സ്വീറ്റനിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഷുഗർ കെയിൻ ജ്യൂസാണ്. അപ്പോൾ ഷുഗർ കെയിൻ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പഞ്ചസാരയുടെ ഒരു നെഗറ്റീവ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. 100% നാച്ചുറൽ ആയതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി നാച്ചുറൽ ഡ്രിങ്ക് ആണ് ഇത്. പക്ഷേ ഇതൊരു ട്രയൽ ഡ്രിങ്ക് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കാരണം തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇനി ഈ ബ്ലെൻഡർ ഒന്ന് വാഷ് ചെയ്യാം. കുറച്ച് വെള്ളം എടുത്ത് വെച്ച് വെറുതെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇത് ഡിഷ് വാഷറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമല്ല. അത് മാത്രമല്ല, ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വേറെ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കരിമ്പിൻ ജ്യൂസ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ കരിമ്പിൻ ജ്യൂസാണ് അവിടെ കപ്പിലെടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഒരു ഫുൾ അബിയും എടുക്കുക. അതിൻ്റെ അകത്ത് നിന്ന് ഫ്രൂട്ട് പാർട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക. കരിമ്പിൻ ജ്യൂസും സ്കൂപ്പ് ചെയ്തെടുത്തേക്കുന്ന അബിയും ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്യുക. ഇനി അതിൻ്റെ ബേസ് എടുത്തിട്ട് മുകളിൽ അടപ്പ് മാതിരി അടയ്ക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. അപ്പോൾ ഈ ബ്ലെൻഡറിൻ്റെ രണ്ട് പാർട്ടിലും ഓരോ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഇത് അടയ്ക്കേണ്ടത്. ഇനി അത് ജസ്റ്റ് ഓൺ ചെയ്യുക. ഒരു 20 to 30 സെക്കൻഡ്സ്, ഒരു 3 ടൈംസ്. അതോടെ ജ്യൂസ് റെഡി. ഇനി ബ്ലെൻഡർ അതുപോലെ തന്നെ കമത്തി വയ്ക്കുക. അടപ്പ് വരുന്ന പോലെ അതിൻ്റെ ബേസ് ഊരിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഈ കാണിക്കുന്ന പോർഷൻ ഒരു ഗ്ലാസ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തണുത്ത അബിയും തണുത്ത കരിമ്പിൻ ജ്യൂസുമാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ജ്യൂസിന് നല്ല കുഴപ്പമുണ്ട്. പിന്നെ കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു സ്വീറ്റ്നെസ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒരു സ്വീറ്റ് ജെല്ലി ടെക്സ്ചറിലുള്ള അബിയും പിന്നെ കരിമ്പിൻ ജ്യൂസും കൂടെ ചേർന്ന് കഴിയുമ്പോഴേക്കും കരിമ്പിൻ ജ്യൂസിൻ്റെ ടേസ്റ്റാണ് ഡൊമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ജ്യൂസ് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കാണെങ്കിലും പഞ്ചസാര യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.